ഇസ്രായേൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരിൽ പ്രധാനിയാണ് ഹമാസ് നേതാവ് യഹിയ സിൻവാർ. കണ്ടെത്താനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം എവിടെയാണെന്നതിൽ ഇസ്രായേലിന് ഒരു സൂചനയുമില്ല. ഇപ്പോഴിതാ സിൻവാർ ഗസയിലെ റഫേൽ അല്ല കഴിയുന്നതെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ. 2 സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ റഫേൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രധാന ലക്ഷ്യമാണ് റഫേലെ ആക്രമണം. ഇതോടൊപ്പം ഹമാസ് നേതാക്കളെയും ഇല്ലാതാക്കുമെന്ന് നെതന്യാഹു പറയുന്നുണ്ട്. ഗസയിലെ ഹമാസിന്റെ 3-ാം നമ്പർ നേതാവും സൈനിക വിഭാഗം ഡെപ്യൂട്ടി കമാൻഡറുമായ മർവാൻ ഇസയെ നേരത്തെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ സിൻവാറും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ലീഫും എവിടെയാണെന്നതിൽ ഇസ്രായേലിന് തന്നെ അവ്യക്തതയുണ്ട്. ഉടൻ പിടികൂടാൻ സാധിക്കുമെന്ന് സൈന്യം പറയുന്നുണ്ടെങ്കിലും ഇവർ കാണാമറയത്ത് തുടരുകയാണ്. സിൻവാർ എവിടെയാണ് ഉള്ളതെന്ന് വ്യക്തമായി പറയാൻ സാധിക്കില്ലെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നു. ഖാൻ യൂനിസ് പ്രദേശത്തെ ഭൂഗർഭ തുരങ്കങ്ങളിൽ കഴിയുന്നതായുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. സിൻവാർ ഇപ്പോഴും ഗസയിൽ തന്നെയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നു. ഈജിപ്തിനോട് അതിർത്തി പങ്കിടുന്ന റഫേൽ കരയാക്രമണം നടത്തുക എന്ന ലക്ഷ്യവുമായി കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം ഇവിടെ കടന്നുകയറി അതിർത്തികൾ അടച്ചിരുന്നു. 15 ലക്ഷത്തോളം പേർ കഴിയുന്ന റഫയെ ആക്രമിക്കാനുള്ള പദ്ധതിക്കെതിരെ അമേരിക്ക രംഗത്തു വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അമേരിക്കയുടെ അംഗീകാരം ലഭിക്കും വിധം പരിമിത തോതിൽ ആക്രമണം നടത്തിയാൽ മതിയെന്നാണ് സുരക്ഷാ ക്യാബിനറ്റിന്റെ തീരുമാനം. റഫേൽ വലിയ കരയാക്രമണവുമായി മുന്നോട്ട് പോയാൽ ആയുധങ്ങൾ അയക്കുന്നത് നിർത്തുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ റഫേൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക കാരണം ബോംബുകളുടെ കയറ്റുമതിയും തടഞ്ഞുവെച്ചു. എന്നാൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ റഫേൽ മാസങ്ങൾ നീളുന്ന ഓപ്പറേഷൻ അനിവാര്യമാണെന്നാണ് നെതന്യാഹുവിന്റെ വാദം. ഹമാസിന്റെ 6 സജീവ ബറ്റാലിയനുകളിൽ 4 റഫേലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും നെതന്യാഹു പറയുന്നു. എന്നാൽ ഇസ്രായേൽ ആക്രമണ ഭീഷണി ശക്തമാക്കിയതിനാൽ റഫേലിലെ നിരവധി ഹമാസ് പോരാളികൾ വടക്കോട്ട് പലായനം ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേലിനോട് സംസാരിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഹമാസിന്റെ 24 ബറ്റാലിയനുകളിൽ 18 തകർത്തുവെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. എന്നാൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തരിപ്പണമാക്കിയ പ്രദേശങ്ങളിൽ ഹമാസിന്റെ പോരാളികൾ വീണ്ടും പ്രവർത്തനം സജീവമാക്കിയിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. റഫേൽ 4 ഹമാസ് ബ്രിഗേഡുകൾ ഉണ്ടെന്നും സൈനിക നടപടി വേണമെന്നുമുള്ള നെതന്യാഹുവിന്റെ അവകാശവാദത്തിനെതിരെ ഇസ്രായേലിലെ യദിയോത്ത് അഹ്റോനോത്ത് പത്രവും രംഗത്തു വന്നു. ഇസ്രായേൽ സൈന്യവുമായി വലിയ യുദ്ധങ്ങൾ നടത്താൻ ഹമാസ് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. സിൻവാറിന്റെ പദ്ധതി അന്നും ഇന്നും ലളിതമാണ്. ഇസ്രായേൽ സൈന്യത്തിന് മേധാവിത്വം ഉള്ളിടത്തോളം ഹമാസ് തുരങ്കങ്ങളിൽ തുടരുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം എല്ലാവിധ അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളെയും അവഗണിച്ച് ഇസ്രായേൽ സൈന്യം റഫേലടക്കം ആക്രമണം കടുപ്പിച്ചതായി ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു. ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ റഫേലിലേക്ക് അതിക്രമിച്ചു കയറുന്നത് തുടരുകയാണെന്നും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി.